ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണിയുടെ ഇന്നത്തെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കൺമണിക്ക് വിവാഹ വസ്ത്രങ്ങളൊക്കെ എടുക്കാനുള്ള പൈസ എന്തായാലും അമ്മായി കൊടുക്കാട്ടോ ചെയ്യുന്നത്. കാരണം ഇത് ഞാൻ നിനക്ക് വേണ്ടി സ്വരുക്കൂട്ടി വെച്ചതാണ്, നീ എന്തായാലും കല്യാണത്തിന് വളരെ നന്നായിട്ട് തന്നെ ഒരുങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും വസ്ത്രം എടുക്കാനുള്ള പൈസ കിട്ടി, ഇനി സ്വർണ്ണങ്ങളോ ആരെങ്കിലും സ്പോൺസർ ചെയ്യോ എന്ന് പറയുന്ന സമയത്ത് ധനലക്ഷ്മി ആണെങ്കിൽ കുറേ ജ്വല്ലറി ബോക്സൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അതിലൊക്കെ സ്വർണ്ണമാണ്. ധനലക്ഷ്മിയുടെ ഉദ്ദേശം തന്നെ ഇപ്പോൾ ആർക്കും തന്നെ പിടികിട്ടിയെന്നില്ല. പക്ഷേ കൺമണിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തിനോ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ളത്. അതിനുശേഷം തന്നെ ഇത് മോൾക്കുള്ളതാണ്, ഞാൻ കരുതി വെച്ചതാണെന്നൊക്കെ പറഞ്ഞ് കൊടുക്കുമ്പോൾ അച്ഛൻ ഒന്നും പറയാതെ ഞാൻ വാങ്ങിക്കില്ല, അച്ഛൻ പറഞ്ഞാലേ എൻ്റെ കയ്യിൽ നിന്ന് സ്വർണ്ണമൊക്കെ വാങ്ങിക്കുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഈ കോടതിയിലാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ മാനസയ്ക്ക് അങ്ങനെ ജാമ്യമൊന്നും കിട്ടുന്നില്ല കേട്ടോ. പക്ഷേ മാനസയാണെങ്കിലോ എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കുന്നു കേട്ടോ. ഇത് കാണുന്ന ഹേമയ്ക്കും ജയമോഹനും ഭയങ്കര സങ്കടമാവുന്നുണ്ട്. കൺമണി കാരണമാണ് എൻ്റെ മോൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, അവൾക്ക് ജാമ്യം പോലും കിട്ടിയില്ലല്ലോ, എൻ്റെ മോളെ എനിക്ക് വേണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ വീണ്ടും ചെന്നിട്ട് കൃഷി കൺമണിയെ അറിയിക്കുന്നു കേട്ടോ. ഇങ്ങനെ അവൾ ജയിലിൽ ചാടാനായിട്ട് നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് നിനക്ക് അത് ഭീഷണിയാവുമോ എന്നറിയില്ല കൺമണി എന്നൊക്കെ പറയുന്നു കേട്ടോ. മാനസയുടെ പേരും പറഞ്ഞ് ആരും എൻ്റെ നേർക്ക് വരില്ല, എന്നാൽ കൺമണി ആരാണെന്നുള്ളത് അവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കും എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും കൺമണിയുടെ മുന്നിൽ ആർക്കും ജയിക്കാനായിട്ട് സാധിക്കില്ല. ഇത്രയും കാണിച്ചു വിടുന്നത് പ്രമോ റിവ്യൂ കഴിഞ്ഞ്